നമസ്കാരം. ഭൂമിയുടെ ചരിത്രരേഖകളിൽ ഇന്നും വിസ്മയമായി തുടരുന്ന ജീവിവർഗമാണ് ദിനോസറുകൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഭരിച്ചിരുന്ന ഈ ഭീമാകാരന്മാർ പരിണാമ പ്രക്രിയയുടെ അത്ഭുതകരമായ തെളിവുകളാണ്. ഈ ഭാഗത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ ടെറ്റനോസോറസുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ടാണ് പതഗോണിൽ നിന്നും പുതിയൊരു ഇനത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ദക്ഷിണ അമേരിക്കയിലെ അർജന്റീനയിലുള്ള പതഗോണിയ എന്ന പ്രദേശം പണ്ട് മുതലേ ഭീമാകാരന്മായ ദിനോസറുകൾ ഫോസിലുകളുടെ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. എന്നാൽ അടുത്തിടെ കണ്ടെത്തിയ ഈ പുതിയ ഫോസിൽ അതിൻ്റെ വലിപ്പം കൊണ്ടും ഭാരം കൊണ്ടും ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫോസിലുകൾ കൊണ്ടുപോയ വാഹനം തകരുകയും റോഡിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്ന വാർത്ത ഈ ജീവിയുടെ അസാമാന്യമായ ഭാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം 90 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് ഈ ജീവികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. നീളമേറിയ കഴുത്തുള്ള സസ്യഭുക്കുകളായ ടെറ്റനോസോറസുകൾക്ക് ഏകദേശം 100 അടിയിലധികം നീളമുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബ്യൂണസ് ഐറസിലെ ബെർണോഡിനോ റിവാഡിയ നാച്ചുറൽ സയൻസസ് മ്യൂസിയത്തിലെ ഗവേഷകനായ ഫെർണാണ്ടോ ഇ നോവാസിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഭാഗികമായ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. റിയോ നെഗ്രോ പ്രവിശ്യയിൽ നിന്ന് ലഭിച്ച ഈ ഫോസിലുകളിൽ കാലുകളുടെയും ഇടുപ്പിൻ്റെയും അസ്ഥികളാണ് പ്രധാനമായും ഉള്ളത്. ഈ അസ്ഥികളുടെ സാന്ദ്രതയും ഭാരവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനാൽ ഇവ ഖനന സ്ഥലത്ത് നിന്നും മാറ്റുന്നതിനിടയിൽ ഭാരം താങ്ങാനാവാതെ വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും റോഡിന് വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തു. ഭാഗ്യവശാൽ ഈ അപകടത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ അമൂല്യമായ ഫോസിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം. ടെറ്റനോസോറസുകളുടെ പരിണാമത്തെയും ശരീരഘടനയും കുറിച്ചുള്ള നിലവിലുള്ള അറിവുകളെ പുനർനിർണ്ണയിക്കുവാൻ ഈ കണ്ടുപിടുത്തം സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. സാധാരണയായി ടെറ്റനോസോറസുകളുടെ പൂർണ്ണ രൂപത്തിലുള്ള ഫോസിലുകൾ ലഭിക്കുക എന്നത് വളരെ അപൂർവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലഭിച്ച ഭാഗികമായ ഈ അസ്ഥികൂടം മറ്റ് ടെറ്റനോസോറസുകളുമായി താരതമ്യം ചെയ്യുവാനും അവയുടെ പരിണാമഘട്ടങ്ങൾ മനസ്സിലാക്കാനും വലിയ തോതിൽ സഹായിക്കും. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡൈനോസർ ആയിരിക്കില്ല എങ്കിലും ഇതിൻ്റെ അസ്ഥികളുടെ പ്രത്യേകതകൾ ടെറ്റനോസോറസുകളുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് കാലുകളുടെ ഘടനയിലും നട്ടെല്ലിലെ കശേരുക്കളിലും കാണുന്ന വ്യത്യാസങ്ങൾ ഇവ എങ്ങനെ പരിണമിച്ചു എന്നും സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെട്ടുവെന്നും വ്യക്തമാക്കുന്നു. ലോകത്തിലെ തന്നെ ദിനോസർ പഠനങ്ങളുടെ കേന്ദ്രമായി പതഗോണിയ മാറിയിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ ഇന്നും അവിടെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെടുന്നത്. നിരന്തരമായ പര്യവേക്ഷണങ്ങളിലൂടെ ഓരോ വർഷവും പുതിയ ഇനം സൗരോപോഡുകളെ ഇവിടെ നിന്നും കണ്ടെത്തുന്നുണ്ട്. ഭീമാകാരന്മാരുടെ കണ്ടെത്തൽ ഭൂമിയുടെ അഗാധമായ ഭൂതകാലത്തെക്കുറിച്ചുള്ള കൗതുകം വർദ്ധിപ്പിക്കുന്നു. പ്രകൃതിയുടെ അത്ഭുതകരമായ സൃഷ്ടികളിലൊന്നായ ഇത്തരം ടെറ്റനോസോറസുകൾ എങ്ങനെയാണ് ഇത്രയും വലുപ്പത്തിൽ വളർന്നത് എന്നും അവയുടെ വംശനാശത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്താണ് എന്നും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ വരും വർഷങ്ങളിലെ പഠനങ്ങൾ സഹായിക്കുന്നത് ഉറപ്പായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി TV.